So, hey guys, what's up? Welcome back. It's me, Sad here. And നമ്മൾ ഇന്നൊരു ലെറ്റ്സ് പ്ലേ കളിക്കാൻ തീരുമാനിച്ചു. മെട്രിക്സിന് ചെറിയൊരു ബ്രേക്ക് എടുത്ത് തന്നെയാണ്. കാരണം എൻഡുആർ അടുത്ത് തന്നെ ഉണ്ടാവും. ആൻഡ് അവന്മാരെല്ലാവരും പ്രിപ്പറേഷനൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് ടോട്ടോടെ ഗ്രൈൻഡ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. സോ ഐ തോട്ട് വൈ നോട്ട് എ ലെറ്റ്സ് പ്ലേ. ആൻഡ് നമ്മൾ ഇത് ലെറ്റ്സ് പ്ലേ കളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വേൾഡ് ജനറേഷനൊക്കെ റാൻഡം ആണ്. വേൾഡ് ടൈപ്പ് ഡിഫോൾട്ട്. ആൻഡ് ഹിയർ വി ആർ creating the world screen activities world on the load I verte. Hope I will get a good spawn and pretty good one. Okay, fine ആണ്. നമ്മൾ ഇനി അടുത്ത് തന്നെ ജംഗിള് ഫോറസ്റ്റ് നോട്ട് ബാഡ്. വെയിറ്റ് ചെയ്യുക, മാപ്പ് ഒന്ന് ഉണക്കിയിട്ടെ. മിനി മാപ്പ് ഓൺ ഫുൾ ബ്ലിങ്ക് ആയിട്ടിടുന്നു. ആൻഡ് നമ്മുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് നമ്മൾ കുറച്ച് വുഡ് കണ്ടുപിടിക്കണം. വുഡ് സെറ്റ് ആക്കണം. പിന്നെ വുഡ് ആൻഡ് ടൂൾസ് സെറ്റ് ചെയ്യണം. ആൻഡ് ബേസ് വെക്കാൻ ഒരു നല്ലൊരു ഏരിയ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. മാനുവൽ കേവ് മോഡിൽ അടക്കണം. ഇംഗ്ലീഷ് അതൊന്ന് മാറ്റട്ടെ. എവിടെ ഇരുന്നത് കേവ് മോഡ് ഓഫ്. ഇംഗ്ലീഷ് ഓഫ്. അടുത്ത് തന്നെ ഓഷ്യനാണുള്ള. മേ ബി നമ്മൾക്കൊരു നല്ല ട്രാവലിനുള്ള ഒരു വകുപ്പ് ഞാൻ കാണുന്നു. ആക്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാം ഗൈസ്. ആദ്യം നമ്മൾ ഒരു വുഡൻ ടൂൾ സെറ്റ് ആക്കട്ടെ. ആദ്യം നമുക്കൊരു വുഡൻ പിക്കാക്സ് ആണ്. അമ്പു, ഞാൻ ആ കേവ് കണ്ടില്ല. ഞാനത് കണ്ടില്ല. ഞാൻ ആ 2 കഷ്ണം സ്റ്റോൺ കണ്ടപാടെ അത് മൈൻഡ് ചെയ്യാൻ ചാടിയതാ. ഇത്രയും വലിയ കേവാണെന്ന് ഞാൻ കണ്ടില്ല. ഊഫ്, ചത്താനെ. ഫസ്റ്റ് ദിവസം തന്നെ ചാകേണ്ട അവസ്ഥയാണ് ഗൈസ്. നമുക്ക് ദാരിദ്ര്യമുള്ള. അത്യാവശ്യം പിക്കാക്സ് ടൂൾസ് ആയിട്ടുണ്ട്. ആക്സ്, സ്റ്റോൺ, സ്വർണ്ണ സെറ്റായി. പിന്നെ ഒരു ഇത്തിരി ടൂൾസ് ഒക്കെ മൈനാക്കട്ടെ. ഐ മീൻ സ്റ്റോൺ ഒക്കെ മൈനാക്കട്ടെ. ആൻഡ് പിന്നീട് സോഡ്, ആക്സ്, സെറ്റ്. ആൻഡ് നമുക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് ഗ്രൈൻഡ് ആക്കാനുണ്ട്. നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബേസ് വെക്കാൻ പറ്റിയ ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. അത് സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ അവസാനിക്കും. ബേസ് വെക്കണം. പിന്നെ ബേസ് വെക്കണം. നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ ഗ്യാദർ ചെയ്യണം. ജംഗിൾ ബയോമിൽ നമുക്ക് ബാമ്പു കുറച്ചെടുത്തോണ്ട് പോയേക്കാം. കാരണം നമ്മൾ ബേസ് വെക്കുന്ന സ്ഥലത്ത് ബാമ്പു ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തിരിച്ചിവിടെ വരെ വരേണ്ടി വരും. സോ ഐ തോട്ട് ഗാദറിങ് സം ബാമ്പു ഇസ് എ ഗുഡ് ഐഡിയ. നമുക്ക് കുറെ ഒന്നും വേണ്ട, ജസ്റ്റ് മതി. കാരണം ഇതിൽ നിന്ന് നമുക്ക് കുറെ ഉണ്ടാക്കാൻ പറ്റും. 11 ദാറ്റ്സ് ഇനഫ്, ഫൈൻ. ആൻഡ് ഇനി ഇവിടെ നിന്ന് ഓടട്ടെ ഗൈസ്. നമുക്ക് ഇടക്കിടക്ക് ചെറിയൊരു ലാഗ്സ് ഉണ്ട്. ലാഗ് എന്താന്നാവും? മേ ബി ടെറൈൻ ജനറേഷന്റെ ലാഗ് വല്ലതും ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. എനിവേ, നമുക്ക് ഈ പുഴ പിടിച്ചിട്ട് തുഴഞ്ഞു പോവാം ഗൈസ്. അല്ലെങ്കിൽ നമ്മൾ ഈ അടുത്ത കാലത്തെങ്ങും എത്തൂലെങ്ങും. ആൻഡ് നമുക്കൊരു ബെഡ് ഉണ്ടാക്കാം. ബിക്കോസ് ഈ ഗെയിമിൽ ബെഡ് വളരെ അത്യാവശ്യമുള്ള സാധനമാണ്. ഒന്നാമത്തെ നമുക്കൊന്നും ഇല്ല കയ്യിൽ. അപ്പോ ബെഡ് ഈസ് എ ഗുഡ് ഓപ്ഷൻ. ഫുഡും ഇല്ല, ഗിയറും ഇല്ല. അങ്ങനത്തെ ഒരവസ്ഥയിൽ ഷുഗർ കെയിൻ എടുത്തുകൊണ്ട് പോയിട്ടെ. ആവശ്യമുള്ള ഐറ്റംസാ ഷുഗർ കെയിനൊക്കെ. ഇറങ്ങിച്ചെന്ന് എടുക്കേണ്ട കാര്യമുള്ളൂ. Found something.
I found something. Okay. Okay. Got a wolf here. Okay. 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 It's actually nice. Let's get a bed from here. നമുക്ക് ഇവിടെ നിന്ന് ഒരു ബെഡ് തൂക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടണ ഹീബയിലൊക്കെ വരണം. വില്ലേജേഴ്സിന് ഇപ്പോഴേ നമുക്ക് ഇവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യണ്ട, കാരണം നമുക്ക് ബേസ് വെക്കാൻ ഒരു ലൊക്കേഷൻ വേണം. മീൻസ് അതുകൂടെ സെറ്റ് ആക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് വില്ലേജേഴ്സിനെയൊക്കെ എടുത്തുകൊണ്ട് പോവാം. ആക്ച്വലി ഒരു ഹോയ ഉണ്ടാക്കട്ടെ ഗൈസ്. ഹീ മൈൻഡ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. സീനില്ല. ആക്ച്വലി ഗുഡ് സ്പോണ്ടാ. ഡബ്ല്യു ഗെയിമിലെ വില്ലേജ് ഒക്കെ അത്യാവശ്യം നല്ലൊരു ഇതാണ്. ഇതില് അയൻകോളത്തിന് ഇപ്പോഴേ തല്ലിക്കൊല്ലല്ലേ. തല്ലിക്കൊന്ന് എന്തേലും മിസ്റ്റേക്ക് കിട്ടി കഴിഞ്ഞാൽ ആൻഡ് മിസ്റ്റേക്ക് ഒന്നും കിട്ടൂല. ഐ നോ ദാറ്റ്. സ്റ്റിൽ എന്തായാലും ഇടം വരെ വന്നു. അമ്മമാരുടെ റിസോഴ്സസ് ഒക്കെ തൂക്കട്ടെ. അപ്പുറത്തുണ്ട്. നമുക്ക് ഇനി അയൻകോളത്തിനെ തല്ലിക്കൊല്ലട്ടെ. 1 2 3 4. ഓരോരോ അടിക്കുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ആൻഡ് നമ്മൾ കയ്യണം കിട്ടി ഗൈസ്. ലെറ്റ്സ് മേക്ക് സംതിങ്. ഈ വില്ലേജിൽ നിന്ന് തന്നെ പൊളിക്കാം. ഈ വില്ലേജിൽ സ്പോൺ സെറ്റ് ചെയ്തേക്കട്ടെ. ബ്രെഡ് it's starting to come together. And നമ്മളെ വില്ലേജ് വലിയ കാര്യമായിട്ട് ലൂട്ട് ചെയ്യാൻ നിൽക്കണ്ട ഗൈസ്, ബിക്കോസ് നമുക്ക് ഇനിയും വരാനുള്ള ലൊക്കേഷനാണിത്. നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാം. എനിക്ക് തോന്നണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട സ്ഥലം ഷീൽഡ് ഫസ്റ്റ് ഫോൾ ആൻഡ് അയൺ പിക്കാക്സ്. ഭയങ്കര സ്പീഡാണല്ലോ ഗൈസ് നമ്മളിന്ന്. അല്ലാതെ ഇപ്പൊ ഒന്നും ചെയ്യാത്ത ഞാനാ. ഒന്ന് കിട്ടിയ സ്പോൺ കൊള്ളാം എങ്ങനെയാണേലും. ബ്രെഡ് അത്യാവശ്യത്തിന് വേണ്ട ഫുഡ് സെറ്റ് ആയിട്ടുണ്ട്. ബെഡ് എവറിത്തിങ് സെറ്റ്. ആൻഡ് നമുക്ക് ഇനി ഒരു ടു മച്ച് എൻറ്റിറ്റീസ് ഹിയർ. കുറച്ച് പൂക്കളുണ്ട്, അതൊക്കെ മൈൻഡ് ചെയ്തുകൊണ്ട് പോട്ടെ. റിസോഴ്സ് ഇപ്പൊ തന്നെ ആവശ്യം വരും നമുക്ക്. എന്താ വീട്ടേക്ക് ഞാനൊന്ന് ഞെട്ടിയായിരുന്നത് അടി കൊണ്ടപ്പ. ലെതർ ബുക്ക് ഉണ്ടാക്കാൻ ആവശ്യം വരും. നമ്മൾ ഈ വില്ലേജിൽ നിന്ന് അല്ലെങ്കിൽ പിന്നെ ഈ അടുത്ത് തന്നെ എന്തെങ്കിലും വില്ലേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം, കാരണം ദിസ് ഏരിയ ലുക്സ് പ്രോമിസിങ്. കുറച്ചുകൂടെ പ്ലെയിൻസ് ബയോമാണ്. സോ ദാറ്റ് ഏരിയ ലുക്സ് എ ബിറ്റ് പ്രോമിസിങ് ഫോർ us. ഒരു ടൈഗയൊക്കെ അടുത്ത് കിട്ടിയ സെറ്റ് ആയിരുന്നു. ഞാൻ ആ മാപ്പ് നോക്കി ഓടിക്കഴിഞ്ഞാൽ ഇപ്പൊ നിലത്ത് കിടക്കും. എന്റെ മുകളിൽ കയറണമല്ലോ. ഒരു 3 അയൺ കിട്ടിയെങ്കിൽ ബക്കറ്റ് ഉണ്ടാക്കാരെന്ന് പറഞ്ഞു. പക്ഷെ പിക്കാക്സിന് പകരം വേണ്ട, പിക്കാക്സ് തന്നെ നല്ലത്. ആവശ്യത്തിൻ്റെ അടുത്ത് മൈൻഡ് ചെയ്യല്ല. ബെറ്റർ.
This we are back to the ocean again. നമ്മൾ വീണ്ടും ആ ഓഷ്യനിൽ എത്തിപ്പെട്ടിരിക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ വില്ലേജ് വിടേണ്ടി വരും. റൂയിൻ പോർട്ടൽ. നമ്മൾ ആ റൂയിൻ പോർട്ടലിന്റെ അടുത്ത് എത്തുമ്പോൾ നൈറ്റ് ടൈം ആവും. അപ്പോഴേക്കും നമുക്ക് കിടന്നുറങ്ങാനുള്ള വകുപ്പ് പോവും. നൈസ്. ഗുഡ്. പിന്നെ നമ്മൾ കിടന്നുറങ്ങട്ടെ ഗൈസ്. ഇന്നൊന്ന് സ്റ്റോറേജ് ഇറ്റ്സ് ആക്ച്വലി ഗുഡ് ട്ടാ. നമ്മൾ അത്യാവശ്യം നല്ലൊരു പ്രോഗ്രസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഇനി ഈ ഏരിയ വിടട്ടെ ഗൈസ്. ഇനി നമുക്ക് നേരെ അല്ലണം. എന്നിട്ട് ഞാൻ ഇനി നല്ലൊരു ഏരിയ എത്തുമ്പോൾ കാണിച്ചു തരാം ഗൈസ്. അല്ലെങ്കിൽ ശരിയാവില്ല, കുറേ ലെങ്ത് ആവും. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഈ ഏരിയ മൊത്തം ടെറഫോം ചെയ്ത്. എടാ പോനോ, ഞാൻ ഒരു ചെറിയ ഗ്രൈൻഡ് ആയിരിക്കും എന്നും പറഞ്ഞ് തുടങ്ങിയതാ ഗൈസ്. നല്ല ടൈം എടുത്തിട്ടാ. ഇവിടെയൊക്കെ മൊത്തം ഈ ലെയറിലാണ് നമ്മൾ ടെറഫോം ചെയ്തത്. ഇതിന്റെ താഴത്തോട്ട് ഫുള്ള് ഹോളോ ആയിരുന്നു. എന്നിട്ട് അത് ടെറഫോം ചെയ്ത് ഇവിടെ വരെ ഇറക്കിയിട്ടുണ്ട്. ഇനി നിലത്തോട്ട് ഇറക്കണം. എനിക്ക് ഇറക്കാനുള്ള ഒരു ഇതില്ല കയ്യിൽ. എന്തോരം കൊറേ ഷവല് പൊട്ടി. സ്റ്റോൺ ഷവൽ ആയതുകൊണ്ടാണ് ഇത്ര പണി. ഒന്നും പറഞ്ഞ് പണി തീർത്ത് വിട്ടാനെ നമ്മള്. ആൻഡ് ഗൈസ്, ഇനി നമ്മൾക്ക് ഇവിടെ ചെറിയൊരു ബേസ് പണിയണം. വലിയ കാര്യമായിട്ടുള്ള ബേസ് ഒന്നും പണിയല്ല. ജസ്റ്റ് ഒരു സിമ്പിൾ ബേസ്, പക്കാ ബേസിക് ബിഗിനർ ബേസ് അങ്ങാ പണിയാൻ പോണേ. ബേസ് പണിയാൻ എങ്ങനെയാന്ന് കാണിച്ചു തരാം ഗൈസ്. ആദ്യം നമ്മൾ 3 blocks 1 2 3 4 5 1 2 3 4 ആയിട്ടുള്ള 5 ആയിട്ടില്ല ഗൈസ്. 5 വാണ്ടറിങ് ട്രേഡർ. പുള്ളിയെ എന്താ കിട്ടണേ നോക്കട്ടെ ഞാൻ. എന്നിട്ട് നമുക്ക് കൊല്ലണോ വേണ്ടയോ? ഓക്കെ. ഇതുങ്ങളെ രണ്ടിനെ നമുക്ക് എടുത്തു വെച്ചേക്കാം ഗൈസ്. ഇതുങ്ങളെ ഭയങ്കര ഇഷ്ടം. ബട്ട് ഇപ്പൊ നമ്മളെ പിടിച്ച് വേണ്ട ഗൈസ്. അല്ലെങ്കിൽ എനിക്ക് ഫെൻസ് ഗേറ്റ് പണിത് നിങ്ങളെ പൂട്ടാനുള്ള നേരമില്ല. ഒരു ഫെൻസ് ഗേറ്റ് പണിത് ആ ലീഡും തൂക്കിയിടാം എന്നുള്ള കേസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വേണ്ട, പിന്നെ എപ്പോഴേലും കിട്ടുമ്പോ സെറ്റ് ചെയ്യാം നമുക്ക് നിങ്ങളെ. ആൻഡ് ഇവിടുത്തെ ഡേട്ട് പൊട്ടിച്ചതിന്റെ ചേടാ ക്യാരറ്റ് പ്ലാന്റ് ചെയ്തിട്ടേക്കട്ടെ. ഇവിടെ അവരുടെ അരികത്ത് നമുക്ക് കുറച്ച് ക്യാരറ്റ് പ്ലാന്റ് ചെയ്തിട്ടാ. ക്യാരറ്റ് പ്ലാന്റ് ചെയ്തിട്ടുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വില്ലേജേഴ്സ് വരുമ്പോൾ കുറച്ച് സമാധാനം ഉണ്ടാകും ക്യാരറ്റ് എടുക്കാനായിട്ടൊക്കെ. അപ്പൊ നമുക്ക് സൈഡിൽ കുറെ ക്യാരറ്റ് അങ്ങ് പ്ലാന്റ് ചെയ്ത് വെച്ചേക്കാം. ഉള്ള ക്യാരറ്റ് മാത്രം പ്ലാന്റ് ചെയ്യുന്നത്. ആൻഡ് ക്യാരറ്റ് മൊത്തം പ്ലാന്റ് ചെയ്തിട്ടെ. എല്ലാം ഓക്കെ. ഒരെണ്ണം ഒഴികെ ഒരെണ്ണത്തി വെക്കാനുള്ള ക്യാരറ്റ് ഉണ്ടായിരുന്നില്ല. എനിവേ, അതോട് നമ്മൾ അതേ ഉള്ളട്ടോ ഗൈസ് നമ്മുടെ ബേസ് ഇപ്പോഴത്തേക്ക്. ഫോർ ദിസ് വീഡിയോ നമ്മൾക്ക് ഇനി കുറച്ച് വുഡ് പണിതിട്ട് ആ ബേസ് ഒന്ന് കെട്ടി തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് സമാധാനമാകാം. എന്നിട്ട് പിന്നെയുള്ള ഗ്രൈൻഡൊക്കെ നെക്സ്റ്റ് എപ്പിസോഡിൽ. എനിക്ക് മടുത്ത് കുറെ ഗ്രൈൻഡ് ചെയ്ത്. ഞാൻ വിചാരിച്ചില്ല അത് അത്ര ടൈം എടുക്കുമെന്ന്.
അത് കാരണം ഞാൻ അത്ര വലിയൊരു ഏരിയ തന്നെ ചൂസ് ചെയ്തു ഇതില് ടെറഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അത്ര വലുതായി പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ വുഡും തികയൂല്ല ദൈവമേ. ഇതൊക്കെ മതി. വാവ്. ഓക്കെ, അങ്ങനെ ഇവിടെ നമുക്കൊരു ഡോറും പണിയാം. മിനസ് ബോട്ടിൽ ഒപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. അടിയുണ്ട് ഗൈസ് നമുക്ക്. ആൻഡ് ഫുഡ് കഴിച്ചിട്ട് നമുക്കിനി ഇത് ഇന്ന് ഇവിടെ താങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇനി കുറച്ച് സ്ലാബ് ഉണ്ടാക്കണം. ഞാൻ പോയി സ്ലാബ് ഉണ്ടാക്കട്ടെ. അത്ര സ്ലാബ് മതിയ കുറച്ചുകൂടെ ഉണ്ടാക്കിയേക്കാം ഇനി ആവശ്യം വന്നാല. ആൻഡ് ഇതുകൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീച്ചിന്റെ പണി ഓൾമോസ്റ്റ് തീരും. ഞാൻ വലിയ കാര്യമായിട്ട് പണിയാത്തതാണ് ഗൈസ്. ബിക്കോസ് എന്തായാലും നമുക്കിത് അപ്ഗ്രേഡ് ആക്കണം. നല്ല രീതിക്ക് ഒരു അപ്ഗ്രേഡ് ചെയ്യാനുണ്ട് ഈ ബേസിനെ. പണിയും നമ്മള് കലക്കം ബേസ് പണിയും. അങ്ങനെ നമ്മളുടെ ബേസിന്റെ പണി തീർന്നിരിക്കുന്നു. കുഴപ്പമില്ല, കളഞ്ഞിട്ടെ. ഇതുകൊണ്ട് എടുക്കട്ടെ. ബെഡ് എടുത്ത് അതിൻ്റെ അകത്ത് കൊണ്ട് വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് പറയാം. ജിജി. സോ ഗൈസ്, അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ്. ആൻഡ് ഇനിയും എപ്പിസോഡ് വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ്. ഇറ്റ്സ് മീ സാഡെക്സ് ഡി. ഫൈൻഡിങ് ആപ്പ്. ബൈ ബൈ.